താങ്ക് യു ബിനു സാർ. വളരെ സന്തോഷം. കാരണം ആർസിമില് ഓരോ ദിവസവും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആർസിമിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ആരാണോ ആർസിമിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അവര് ജീവിതത്തിൽ വളരെ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. ആർസിമിൽ ഒരു ഐഡി എടുത്തുകൊണ്ട് ഈ പറയുന്ന ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരാണോ ആർസിമിനെ മനസ്സിലാക്കിയത് അവര് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ 8 വർഷത്തിനുള്ളിലുള്ള അനുഭവം. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെയും ഞാൻ കണ്ടിട്ടുള്ള ആളുകളെയും അനുഭവം. എൻ്റെ പേര് ഇവിടെ സൂചിപ്പിച്ചു, സജീവ് കുമാർ. കുമ്പിടി ഞമ്മക്കലാണ് വീട്. 8.5 വർഷക്കാലമായി ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി RCM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന RCMിലൂടെ ജീവിതത്തില് നേടാൻ സാധിക്കില്ല, ജീവിതത്തില് വലിയ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു മുരടിപ്പോടുകൂടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മായി പറഞ്ഞിട്ട് സുമ മേഡത്തിലൂടെ RCM മനസ്സിലാക്കി. ആദ്യത്തെ മീറ്റിങ്ങിന് പോയില്ല, രണ്ടാമത്തെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് പോയില്ല, മൂന്നാമത്തെ മീറ്റിങ്ങിന് അമ്മായിനെ പണക്കണ്ടല്ലോ എന്ന് കരുതി പോയി ചെന്നിരുന്നതാണ്. അവിടെ ചെന്നപ്പോൾ 3 മീറ്റിങ്ങിന് പോവാതിരുന്നത് ഇത് അമ്മായിക്ക് വേണ്ടിയിട്ട് ഉപ്പും മല്ലും മുളകും അമ്മായിക്ക് വിൽക്കണമെങ്കിൽ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പോകാതിരുന്നത്. പക്ഷെ 4-മത്തെ പ്രാവശ്യം അമ്മായിനെ പണക്കണ്ടല്ലോ എന്ന് കരുതി അവിടെ ചെന്നിരുന്നപ്പോൾ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറിന്റെ ഒരു ക്ലാസ്സിലാണ് ഞാൻ അമ്മായിയുടെ വീട്ടില് പോയി ചെന്നിരുന്നത്. ആകെ അരമണിക്കൂറാണ് ഇരുന്നുള്ളൂ. അതിനുള്ളില് അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരേ ഒരു കാര്യമാണ് മനസ്സിലായുള്ളൂ, 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. ആരോഗ്യദായകമാണെന്ന് പറയുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. കാരണം പലചരക്കടയിലൂടെ പല ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇതുവരെ ടിവിയിലും പത്രത്തിലും കാണാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ വിശ്വസിക്കുമോ? ബുദ്ധിയുള്ളവർ വിശ്വസിക്കില്ല. ബുദ്ധി ഇത്തിരി കൂടുതലായതുകൊണ്ട് അത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. തുടർന്നും ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, അത് നല്ലതായിട്ട് മനസ്സിലായി. അങ്ങനെ പലചരക്കടയിലൂടെ കുറച്ച് ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള തീരുമാനത്തില്, എന്തിന്റെ പേരില്? 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണല്ലോ, അതുകൊണ്ട് ജനങ്ങളിലേക്ക് കുറച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ പലചരക്കടയിലോ കുറച്ച് ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്തു തുടങ്ങി. ഉപയോഗിച്ചവരെല്ലാവരും പറയുന്നു നല്ല ഉൽപ്പന്നമാണ്. പിന്നെ RCM ആട്ട, RCM സോപ്പ്, RCM സോപ്പ് പൊടി എന്നൊക്കെ ആളുകള് ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ചാലക്കുടിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമില് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ വൈഫും കൂടി ചാലക്കുടി SNDP ഹാളില് ചെന്നിരുന്നപ്പോൾ, 8 വർഷം മുന്നേ ചെന്നിരുന്നപ്പോൾ, അവിടെ കൂലിപ്പണിക്കാർ മുതൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പോലും RCMനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നത് കണ്ടപ്പോൾ പല ആളുകളും ജോലി വിട്ട് RCM ചെയ്യുന്നു, പല ആളുകളും ജോലിയോടൊപ്പം RCM ചെയ്യുന്നു, ജോലി ഇല്ലാത്ത ആളുകൾ RCMനെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറി ആളുകളെ കണ്ടപ്പോൾ എന്നാലും അറിവും വിദ്യാഭ്യാസമുള്ള ആളുകളും പ്രവർത്തന പരിചയമുള്ള ആളുകളും വയസ്സിന് മേലെയുള്ള ആളുകളൊക്കെ RCM ഏറ്റെടുക്കുന്നത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഇത്രയും ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കിയാലോ എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സ്റ്റാർ എമറാൾഡ് ആയിട്ട്, ആ ഒരു എടുത്ത തീരുമാനമാണ് ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം ഇന്നൊരു സാധാരണ മരപ്പണിക്കാരന് കിട്ടുന്നതിലും കൂടുതൽ വരുമാനവും അംഗീകാരവും ഇന്ന് RCM എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അതിന്റെ ക്യാപ്ഷൻ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ക്യാപ്ഷൻ ആണെന്ന് ബിനു സാറ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫോട്ടോയോടൊപ്പം വെച്ചിരിക്കുന്നത്.
ചെക്ക് യുവർ സെൽഫ്. അല്ലെ, നമ്മളെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. അല്ലെ, ആർസിമില് പല ആളുകളും വരുന്നു. അല്ലെ, ആർസിമില് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർസിമിൽ ഏതൊരു വ്യക്തിക്കും 18 വയസ്സാവണം, ഇന്ത്യൻ പൗരനാവണം, ഒരു 2000 രൂപ വരെ ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ID എടുത്ത് ജോയിനിങ് ചെയ്യാം. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ആർസിമിൽ കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആ കടന്നു വന്നത് എന്തിനാണെന്നുള്ള ബോധ്യം പല ആളുകൾക്കും ഇല്ലാത്തതാണ് ആർസിഎം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. JRCയും ഗുഡ് ആർസിയും അല്ലെ, ചില പഞ്ച് പറയുമ്പോഴാണ് കേട്ടോ JRCയും ഗുഡ് ആർസിയും പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അത് ഒരു ഒന്നും കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്, ഒന്നും കൂടി പറയാം, പല ആളുകളും ആർസിമിലേക്ക് കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആർസിമിൽ കടന്നു വന്ന എല്ലാവരും വലിയ നേട്ടങ്ങളും വലിയ സന്തോഷങ്ങളിലേക്കും പോകുന്നില്ല. എന്നാൽ ചില ആളുകള് അവരുടെ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത ജീവിത നേട്ടങ്ങൾ ഇതിലൂടെ നേടുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം? ആരാണ് പ്രശ്നം? എന്തിനാണ് ഞാൻ ആർസിമിലേക്ക് കടന്നു വന്നതെന്നുള്ള ബോധ്യമില്ലായ്മ ഒരു പക്ഷെ ആർസിമിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിത്തരാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി രണ്ടാമത് എന്തിനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്, പക്ഷെ ആ ബോധ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് നേട്ടങ്ങൾ ഇല്ലാത്തത്. ഇനി പല ആളുകളും ഞാൻ എന്തിനാണ് വന്നുള്ള ബോധ്യമുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടെ വന്നവരെ ഇത് ബോധ്യപ്പെടുത്താനോ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നേട്ടമുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനോ നമുക്കറിയാത്തതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ എന്ന് വേണ്ട, നമുക്ക് പല കാറ്റഗറി ആളുകള് ആർസിമിലേക്ക് വരുന്നു. പക്ഷെ ആർസിമിലൂടെ ചിലര് പറയുന്നു നല്ല വരുമാനം നേടാനായിട്ട് സാധിക്കുന്നു. ചിലര് പറയുന്നു ആർസിമിലൊക്കെ വരുമാനം കിട്ടോ. ചിലര് പറയുന്നു ഇത് ചങ്ങലയല്ലേ. ചിലര് പറയുന്നു താള ചേർത്തുന്ന പരിപാടിയാണോ. ചിലര് പറയുന്നു ഇത് ഉൽപ്പന്നങ്ങള് വാങ്ങി ഉപയോഗിക്കുന്ന പരിപാടിയല്ലേ. സത്യത്തിൽ എന്താ പരിപാടി അല്ലെ? വൈകിട്ട് എന്താ പരിപാടി എന്ന് ചില പരസ്യം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ആർസിമിൽ എന്താണ് പരിപാടി എന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ചെക്ക് യുവർ സെൽഫ്. അതായത് അവനവൻ ആർസിമിൽ എന്തിനു വേണ്ടി വന്നു, എന്തിന് നിലകൊള്ളുന്നു, എന്ത് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, എന്ത് കിട്ടുന്നു, എന്ത് കിട്ടും. എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തന്നെ ഒന്നും മനസ്സിലായില്ല. എന്താ കാരണം? തുടക്കത്തിൽ ആർസിഎമ്മിനെ പറ്റി പറയുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാവില്ല. എല്ലാം മനസ്സിലായിട്ടല്ല ഞാൻ ആർസിഎമ്മില് തീരുമാനം എടുത്തു. എന്റെ മുന്നില് അനേകം ആളുകള്, സാധാരണക്കാര് പോലും വിജയം കൈവരിച്ച് സന്തോഷത്തോടു കൂടി നല്ല വരുമാനം നേടുന്നതും അവരുടെ സന്തോഷവും കണ്ടപ്പോൾ ആർസിഎമ്മിലൂടെ ഇത് കിട്ടും എന്നുള്ളത് എനിക്ക് ബോധ്യമായി. പിന്നെ അവിടെ തൊട്ട് പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് ആർസിഎമ്മില് എന്തെങ്കിലും നേടണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ പ്രോഗ്രാമില് വന്നിട്ടുള്ള ആളുകൾ. ചുരുക്കം ആളുകളായിരിക്കും ചിലപ്പോൾ പുതിയ ആളുകൾ ഇതൊന്ന് കേൾക്കാം എന്ന് ചിന്തിച്ച് വന്ന ആളുകൾ. ഭൂരിഭാഗം ആളുകൾ ആർസിഎമ്മില് ആരെങ്കിലും മുഖാന്തരം വന്നതിന് ശേഷം ഇത് ഒന്ന് മനസ്സിലാക്കി അതിലൂടെ വലിയ നേട്ടങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് സൂം മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൊഡക്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കും, പ്രൊഡക്റ്റ് നോളജ് കിട്ടാനായിട്ട്. പക്ഷെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ, ആരോഗ്യം കിട്ടാൻ ഇന്ന് വരെ സൂം മീറ്റിംഗ് ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഡോക്ടർ രാജസാറിന്റെ ഒക്കെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറേണ്ട ആളുകളൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ചെക്ക് യുവർ സെൽഫ് എന്നുള്ള ഒരു ക്യാപ്ഷനിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിച്ച് ഞാൻ അടങ്ങൂ എന്ന് തീരുമാനിക്കുന്ന ആളുകളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, കുറച്ചു പേരെയാണ് എനിക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്നുള്ളൂ. അവരൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടാണ്
ഇന്ന് ഞാനിത് ഒരു തീരുമാനം എടുത്തിട്ടാണെങ്കിൽ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഞാൻ ഇതിന്റെ ആ തുടക്കം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഞാൻ ആർസിമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവിടെ ഞാൻ ആർസിമിൽ ജോയിൻ ചെയ്തപ്പോ ഗിരി സാറ് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു 3 പോയിന്റ് എന്റെ മുന്നിൽ പറഞ്ഞു. ആ പോയിന്റിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആർസിമിലേക്ക് പല രീതിയിലും പല മേഖലയിലുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ടാവും. കടന്നു വന്നതിന് ശേഷം ഞാൻ ആർസിമിൽ കടന്നു വന്നതിന് ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ അച്ചീവ്മെന്റ് നേടാൻ സാധിച്ചത് ഗിരീഷ് സാറിന്റെ ആ ഒരു 3 പോയിന്റാ. അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെയും പറയാണ്. അതുകൊണ്ട് ആ 3 പോയിന്റിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ആണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ എടുത്ത ഓപ്ഷൻ ഞാൻ പറയാം. അപ്പൊ ഗിരീഷ് സാർ പറഞ്ഞു ആർസിഎം വലിയൊരു അവസരമാണ്, നല്ലൊരു വരുമാനം നേടാനുള്ള അവസരമുണ്ട്, ആരോഗ്യദായകമാണ് ഉൽപ്പന്നങ്ങൾ, അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഗൾഫിലെ ജോലിയൊക്കെ വിട്ട് ഞാൻ പട്ടാളൊക്കെ വിട്ട് ഇന്ന് ആർസിഎം ചെയ്യുന്നത് ഇതിന്റെ ഒരു അവസരം കണ്ടിട്ടാണ്. അതുകൊണ്ട് സജീവും കൂടി ഇതിനെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്റെ ഹെൽപ്പ് ഞാൻ ചെയ്യാം. കാരണം ഇതിലൂടെ വിജയിക്കാനുള്ള ഒരു ഹെൽപ്പ് ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ എന്റെ അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ മുതിർന്ന ലീഡേഴ്സ് ഉണ്ട്, അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആർസിഎമ്മില് ഒരു ഐ ഡി എടുത്താൽ, ഒരു ഐ ഡി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിന് കിട്ടും, അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. അതിനാണ് നമ്മൾ ഒരു ഐ ഡി എടുക്കുന്നത്, അല്ലെ? ആർസിഎമ്മിൽ ഐ ഡി എടുക്കാതെയും നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് മാർക്കറ്റ് വിലയിലും വില കുറഞ്ഞ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഐ ഡി എടുക്കുമ്പോൾ മാർക്കറ്റ് വിലയിലും വില കുറഞ്ഞ് കിട്ടുന്ന മാത്രമല്ല, അതിന്റെ അനേകം നേട്ടങ്ങള് വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, സജീവിന് വേണമെങ്കിൽ വെറും ഒരു ഉപഭോക്താവായിട്ട് നിൽക്കാം, വെറും വരെ ഉപഭോക്താവായിട്ട് നിൽക്കാം. പലചരക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വില കുറവിന് കിട്ടും, അതിന്റെ ലാഭവിഹിതം കിട്ടും, തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും. സെൽഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഉപഭോക്താവായിട്ട് വേണമെങ്കിൽ നിൽക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ. അദ്ദേഹം ഇന്നത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പോ ഉപഭോക്താവായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്, അല്ലെ? അതിലൂടെ ഇങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് ഇനി ഉപഭോക്താവായിട്ട് നിൽക്കണോ? ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഓപ്ഷൻ പറയൂ സാറേ. രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞു, ഇതിലൂടെ നല്ലൊരു വരുമാന മാർഗം നമുക്ക് നേടാം, അല്ലെ? മാസം അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി ആളുകളെ ബോധവൽക്കരണം ചെയ്ത് നമുക്ക് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു വരുമാന മാർഗം നേടണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് മിനിമം 5000 PV സെൽഫ് ഐഡിയിൽ ചെയ്യാം. മിനിമം 5000 PV. അത് 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളില് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്ന, TCG പറയുന്ന ഒരു ഒരു കമ്പനിയുടെ ഒരു മെയിൻ കസ്റ്റമർ, അതായത് ഒരു ലോയൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളെ അംഗീകരിക്കും. അത് ഡയമണ്ട് ക്ലബ്ബ് എന്നുള്ള രീതി. അപ്പോൾ 5000 PV സെൽഫ് ഐഡിയിൽ ചെയ്യണം എന്ന് മാത്രമല്ല, 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ ചെയ്താൽ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ അംഗമാവും. ആ ഒരു അംഗമാകുന്ന ആളുകളെയാണ് യഥാർത്ഥ ആർസിഎമ്മിന്റെ പ്രചാരകര് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ 5000 PV ചെയ്യുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ തുടർച്ചയായി എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിൽ വരുമാനം കിട്ടുന്ന ഒരു ലെവലിലേക്ക് വരും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ അദ്ദേഹം വെച്ചു, സജീവിന് സ്പീഡ് അച്ചീവ്മെന്റ് നേടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ 25000 PV സെൽഫ് ഐഡിയിൽ ചെയ്താൽ കൂടുതൽ ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിക്കാൻ പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ജനങ്ങൾ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും, കൂടുതൽ ആളുകൾ ആർസിഎമ്മിനെ തിരിച്ചറിയും, കൂടുതൽ ആളുകൾ മനസ്സിലാക്കും, കൂടുതൽ ആളുകളിൽ കുറച്ചാളുകൾ എന്താണ് ഈ പരിപാടി എന്ന് ചോദിക്കും. അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതില് കുറച്ചാളുകൾ കേൾക്കും, അതിൽ നിന്ന് കുറച്ചാളുകൾ ജോയിനിങ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ ആർസിഎമ്മില് ഇതേ രീതിയിൽ ചെയ്യുന്ന ആളുകളായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ അനേകം കുടുംബങ്ങളിലേക്ക് ഈ ഒരു നന്മ എത്തും. ഓരോ കുടുംബത്തിനും വിജയിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങും. ഓരോ കുടുംബക്കാരും ആർസിഎമ്മിനെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ ആർസിഎമ്മിനെ ഏറ്റെടുക്കും. ഏറ്റെടുത്ത ആളുകൾ വീണ്ടും ഇതേ പ്രവർത്തനം ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്പീഡ് അച്ചീവ്മെന്റ് നേടാം.
അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വെറും ഉപഭോക്താവായിട്ട് നിൽക്കാം, വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ മാത്രം വാങ്ങിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നല്ലൊരു വരുമാനം നേടണമെങ്കിൽ മിനിമം ഡയമണ്ട് ക്ലബ്ബ്, അതായത് 5000 PV സെൽഫ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. മൂന്നാമത്തത് 25000 PV ചെയ്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് സ്പീഡ് അച്ചീവ്മെന്റ് നേടാം. ഇത് കേട്ടപ്പോ ഞാൻ എന്തിനാണോ ഗൾഫിൽ പോയത്, എന്തിനാണോ പലചരക്ക് കട നടത്തിയത്, എന്തിനാണോ കാർപ്പൻ്റർ വർക്ക് ചെയ്തത്, എന്തിനാണോ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലി ചെയ്ത് അനേകം ജോലികൾ ചെയ്ത് ജീവിതത്തില് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലില്ലാതെ പരിശ്രമിച്ചത്, അതിൽ നിന്നൊന്നും കിട്ടാത്ത നേട്ടം ഇവിടെ കിട്ടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അങ്ങനെയുള്ള അനേകം ലീഡേഴ്സിന്റെ വാക്കുകൾ കേട്ടപ്പോൾ, വിജയിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് സ്പീഡ് അച്ചീവ്മെന്റ് വേണം, എനിക്ക് പെട്ടെന്ന് വരുമാനം കിട്ടണം. ഞാൻ ആദ്യത്തെ മാസം മുതൽ 25000 PV ചെയ്തു. എന്താണ് ഡയമണ്ട് ക്ലബ് എന്നോ, എന്താണോ സൂപ്പർ ഡയമണ്ട് ക്ലബ് എന്നോ, ഇത് എങ്ങനെ ചെയ്യണമെന്നോ, ജനങ്ങൾക്ക് ഇത് എങ്ങനെ എത്തിക്കണമെന്നോ, പ്രൊഡക്റ്റ് എന്താണെന്നോ, തവിടനാരുടെ ഗുണങ്ങൾ എന്താണെന്നോ ഇതൊന്നും അറിയാത്ത ഒരു സമയത്ത് ആദ്യത്തെ മാസം ജോയിൻ ചെയ്ത് ആദ്യത്തെ മാസം തന്നെ 25000 PV ചെയ്തു തുടങ്ങി. ഗിരി സാറ് പറഞ്ഞു 12 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു അച്ചീവ്മെന്റിലേക്ക് വരും. ആര് ചെയ്യുന്നു ആര് ചെയ്യുന്നില്ല എന്ന് ഞാൻ നോക്കിയില്ല. എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആര് ചെയ്യുന്നു ആര് ചെയ്യുന്നില്ല എന്ന് ഞാൻ നോക്കിയില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഏറ്റെടുത്തു, ഞാൻ ചെയ്തു തുടങ്ങി. 16 മാസം കണ്ടിന്യൂ 25000 PV ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 16 മാസം കംപ്ലീറ്റ്. 24ാമത്തെ മാസം സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ്. അന്ന് ഗിരി സാറ് ഒരു ചിന്തയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? എ സൈഡിൽ 3.5, ബി സൈഡിൽ 3.5, പോക്കറ്റിൽ 50000. ഇതായിരുന്നു അന്നത്തെ പഞ്ച് ഡയലോഗ്. എല്ലാ വേദിയിലും കയറി നിന്ന് പറഞ്ഞു, ഞാൻ 2 വർഷത്തിനുള്ളില് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് വരും. അങ്ങനെ വരുമ്പോൾ 50000 എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ആ ബാങ്ക് അക്കൗണ്ടില് 50000 എന്ന് വരുന്നോ 10 ലക്ഷത്തിന്റെ എന്റെ ഒരു കാറ് ഞാൻ ആർസിമിലെ ലാബില് അടിച്ചിറക്കും. ഇതെങ്ങനെ ആ ധൈര്യം പറയാനുള്ള ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ, ലീഡേഴ്സിലുള്ള വിശ്വാസം, ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, ഈ കമ്പനിയിലുള്ള വിശ്വാസം. തുടക്കം മാസം തൊട്ടാണ് പറയുന്നത്. എല്ലാ വേദികളിലും കയറി നിന്ന് പറഞ്ഞു, അല്ലെ? നമ്മുടെ വാക്കുകളും പ്രവർത്തികളും അല്ലെ ചിന്തകളും ഒരേ രീതിയിൽ വന്നാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വലിയ വലിയ വിദഗ്ധരൊക്കെ പറയാറുണ്ട്, വലിയ പുസ്തകങ്ങളൊക്കെ പറയാറുണ്ട്. എന്താവണം? നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഒരേ ലൈനിൽ വരണം. പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? ചിന്ത കിട്ടില്ല എന്നാണ്, കിട്ടണം എന്നാണ് ആഗ്രഹം, കിട്ടാനുള്ള ഒന്നും ചെയ്യൂല. JRCM കിട്ടണം നേടണം എന്നാണ് ചിന്ത, പക്ഷെ നേടാൻ പറ്റുമെന്നുള്ള ഒരു സംശയമുണ്ട്. എന്നാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അത് കൃത്യതയല്ല, നേടാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഒരു കൈ നോക്കാമെന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മുടെ ചിന്തയും വാക്കുകളും പ്രവർത്തികളും ഒരു നേർരേഖയില് എന്ന് വരുന്നോ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. 24ാമത്തെ മാസം 2 വർഷത്തിനുള്ളില് അച്ചീവ്മെന്റ് സ്റ്റാർ പ്ലാറ്റിനം വരും, 50000 ബാങ്ക് അക്കൗണ്ട് വരും എന്ന് എല്ലാ വേദികളും പറഞ്ഞു. ഇന്ന് ഈ മാസം വലിയ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത്. അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്തിട്ട് പല ആളുകളും ചിലപ്പോൾ എന്താണ് പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകളും ഈ ദിവസം ഇനി 3-4 ദിവസമാണ് ഉള്ളോ എന്നുള്ളത് കൊണ്ട് ഇനി എനിക്കത് ചെയ്യാൻ പറ്റുമോ നേടാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ വിശ്വാസക്കുറവിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവും. എൻ്റെ ഒരു കാര്യം കേട്ടോളൂ, നിങ്ങൾക്കൊരു ഉന്മേഷം കിട്ടും, ഒരു ഉഷാറ് കിട്ടും. അല്ല, 24ാമത്തെ മാസം ഞാൻ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് ആകും എന്ന് എല്ലാ വേദികളിലും പറഞ്ഞു. ഞാൻ 25000 PV കണ്ടിന്യൂ ചെയ്തു. ടീമിലുള്ള ആളുകള് പരമാവധി നമ്മൾ ജോയിനിങ് കൊണ്ടുവന്നു, ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു, രാവും പകലില്ലാതെ പ്രയത്നിക്കുന്നു. രാത്രി 10 മണി 11 മണി കഴിഞ്ഞിട്ടാണ് ഗിരി സാറിന്റെ ട്രെയിനിങ്. ആലോചിച്ച് നോക്കണം,
എന്റെ പലചരക്കട അടച്ചു കഴിഞ്ഞിട്ടാണ് ഗിരിസാറിന്റെ ത്രിദിന കോഴ്സ് 4 പേർക്ക്. രാത്രി 11 മണിക്ക് ശേഷം അയലക്കാരും വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്താണ് ത്രിദിന കോഴ്സ്, RCM എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ച് നോക്കൂ. അപ്പോ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏത് സമയം പ്രശ്നമല്ല. വല്ലഭന് പുല്ലും ആയുധം എന്ന് കേട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് ഏതൊരു സമയത്തും പഠിക്കാനുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്ക് പഠിക്കാം. ഞങ്ങൾ പഠിക്കാൻ തയ്യാറായപ്പോ പഠിപ്പിക്കാൻ ഗിരിസാർ തയ്യാറായി. അങ്ങനെ RCMനെ മനസ്സിലാക്കി. അങ്ങനെ 24ാമത്തെ മാസം ഉച്ചയ്ക്ക്, ഒരു മാർച്ച് മാസമാണ്, മാർച്ച് ഉച്ചയ്ക്ക് 2 മണി ആയപ്പോൾ ഏകദേശം 2 ലക്ഷം PVയുടെ കുറവ് ബി സൈഡിൽ. അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കണം. ഈ മാസം വലിയ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത് മാനസികമായിട്ട് ഇത് നടക്കോ നടക്കില്ലേ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകള് ഇത് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാസമായതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അങ്ങനെ 2 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചഞ്ചലിപ്പ് വന്നു. ഇത്ര PV ഇനി വരുമോ? ഞാൻ എല്ലാ വേദികളിലും പറഞ്ഞു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് ആവും, 2 വർഷത്തിനുള്ളിൽ ഞാൻ 50,000 വരുമാനം മേടിക്കും, എന്റെ കാർ ഇറക്കും, അതാണ് ഇതാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ 2 മണി, ഉച്ചയ്ക്ക് 2 മണി ആയപ്പോൾ 2 ലക്ഷം PVയുടെ ബാക്കി. ഞാൻ ആകെ വിഷമായി. ഇത് നടക്കോ എന്നുള്ള ഒരു ചിന്ത വന്നു. അതെല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. ഇന്നും ഇവിടെ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത് ഇരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത്ര ദിവസം ഉണ്ടായിട്ട് പോലും ഈ ചിന്ത പലരും അലട്ടുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഏത് ബുദ്ധിമുട്ട് വന്നാലും അല്ലെ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന് നമ്മൾ ഒരു വാക്ക്, ഒരു വിളിക്കണം എന്ന് പറയാറുണ്ട്. അത് പഠിച്ചിട്ടുണ്ട്. പല ആളുകളും എന്ത് ചെയ്യും? എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, എന്തെങ്കിലുമൊക്കെ ഒരു ചഞ്ചലിപ്പ് വന്നാൽ നമ്മൾ ലീഡേഴ്സിന് വിളിക്കാണ്ടിരിക്കും. ലീഡർ ഫോൺ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കും. ലീഡറെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കും. തെറ്റായ മെന്റാലിറ്റി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീഡറെ കൂടുതൽ വിളിക്കണം. നമുക്ക് എന്തെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ലീഡറായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ലീഡറായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ബിസിനസ് ഒന്ന് താളം തെറ്റുമ്പോൾ പല ആളുകളും ലീഡറോട് വിരോധം, ലീഡറെ വിളിക്കുന്നില്ല, ആ രീതിയിലാണ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ പല ക്ലാസ്സുകളും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾ വന്നോ അതിന് പരിഹാരം ഇല്ലാത്ത പ്രശ്നമില്ല എന്നാണ്. അപ്പൊ ലീഡേഴ്സ് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 മണിക്ക് ഞാൻ ഗിരിസാറിനെ വിളിക്കണം. ഗിരിസാറെ, ഞാൻ എല്ലാ വേദികളിലും പറഞ്ഞ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ലക്ഷം PV കൂടി വേണം സാറേ. അത് വരാനുള്ള സാധ്യത ഇല്ല. എന്തായാലും ഈ മാസം എനിക്ക് അച്ചീവ്മെന്റ് വരാൻ സാധിക്കില്ല. ഗിരിസാർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗിരിസാർ പറഞ്ഞു, സജീവേ, ആള് ചിരിച്ചു ആദ്യം. അപ്പൊ ഞാൻ ഇത്ര വിഷമത്തോടു കൂടി ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഗിരിസാർ ചിരിക്കേ, എനിക്ക് അതിശയായി. അപ്പോൾ ഗിരിസാർ പറഞ്ഞു, സജീവേ, ഇത് ഒറ്റയ്ക്കല്ല, നിന്റെ മരപ്പണിയല്ല, അത് നിന്റെ കൂലിപ്പണിയല്ല, ഇത് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ്സാ. അതുകൊണ്ട് തന്നെ ഇതൊരു ടീം വർക്കാണ്. അതുകൊണ്ട് പ്ലാൻ ചെയ്ത പദ്ധതി ഇനിയും രാത്രി 12 മണി വരെ സമയമുണ്ട്. ഇപ്പൊ 2 മണി ആയിട്ടുള്ളൂ. രാത്രി 12 മണി വരെ സമയമുണ്ട്. 2 മണി ആയിട്ടുള്ള പ്ലാനിങ് ചെയ്ത പദ്ധതി പോലെ പ്രയത്നിക്കൂ, ആത്മവിശ്വാസത്തോടു കൂടി. രാത്രി 12 മണിയാകുമ്പോഴേക്കും സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് ആയിരിക്കും. ഇത് ടീം വർക്കാണ്. ഓരോ ആളുകളെയും, ഡെപ്തിൽ നിന്ന് വരുന്ന ഓരോ PVയും എവിടെ നിന്നാണ് ഇനി വരാനുള്ളത്? പർച്ചേസ് ചെയ്യാത്ത ആളുകളെ പർച്ചേസ് വിളിപ്പിച്ച് ജയിപ്പിക്കുക. അതേപോലെ തന്നെ ഓരോ അച്ചീവ്മെന്റും, ബിഗിനർ, സ്റ്റാർട്ടറും ഒക്കെ അച്ചീവ്മെന്റ് ചിലപ്പോൾ 200 PVക്കും 100 PVക്കും 500 PVക്കൊക്കെ വരാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ബിസിനസ് ചെക്ക് ചെയ്ത് അടിയിൽ നിന്ന് ബിസിനസ് കയറ്റിക്കൊണ്ടുവരൂ, അല്ലെങ്കിൽ അവരെ വിളിച്ച് പറയൂ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തൂ. ഒരു ആത്മവിശ്വാസം കിട്ടി, ഊർജം കിട്ടി. അങ്ങനെ ഷൈൻ ബാബു സാറിനെയും സുന്ദരൻ സാറിനെയും ദാസ് സാറിനെയും ഒക്കെ വിളിച്ച് പ്ലാൻ ചെയ്ത് അവിടെ ഷോപ്പിൽ ചെന്നിരുന്ന് ഡെപ്തിൽ തൊട്ട് പ്ലാനിങ് ചെയ്തു. അവിടെ ഓരോരുത്തർ വിളിച്ചു. പല ആളുകളും സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. 7 മണിക്ക് പല ആളുകളും സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. കാരണം അറിയാല, വിറകത്തുമ്പോ ചിലര് കഴുക്കൊലൂരും,
അല്ലെ? വാഴവെട്ടും ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. നോ പ്രോബ്ലം, ചഞ്ചലിച്ചില്ല. ലീഡേഴ്സിന്റെ വാക്ക് കേട്ടു. രാത്രി 8:30 മണിയായപ്പോഴേക്കും സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ്. രാത്രി 8:30 മണിയാകുമ്പോഴേക്കും സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ്. അതിനുശേഷവും വീണ്ടും ബിസിനസ് മുന്നോട്ട് പോയി 12 മണി വരെ അനേക അച്ചീവ്മെന്റുകൾ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മനസ്സിൽ ഉറപ്പിച്ച് കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയേ മതിയാവും. അത് നടക്കും. എന്ത് ചെയ്യണം? അവസാന ശ്വാസം വരെ നമ്മൾ ഒരടി നമ്മുടെ ചിന്താഗതി നിന്ന് പിന്നോട്ട് പോരുത്. അങ്ങനെ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റ് അന്ന് എന്താണ്, അടുത്ത പിന്നത്തെ മാസം 68,000 രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. 68,000 രൂപ, 50,000 ചിന്തിച്ചു കൊടുത്ത് 68,000 രൂപ വന്നു. അന്ന് ബുക്ക് ചെയ്തു ഒരു ഹോണ്ട അമേസ് കാറ്. അതുവരെ പുച്ഛിച്ച് തള്ളിയ ആളുകള് കാറിൽ കൊണ്ട് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ പുച്ഛിച്ച് തള്ളി വഴിമാറി നിന്ന ആളുകളൊക്കെ പിന്നീട് പതുക്കെ പതുക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, അംഗീകരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടിയുറച്ച് നിൽക്കുക, അടിയുറച്ച് ചെയ്യുക, തീരുമാനം ഉറപ്പിക്കുക. തീരുമാനത്തിൽ നിന്ന് ഏത് പ്രതിസന്ധി വന്നാലും അവിടെ പതറാതെ മുന്നോട്ട് പോകണം. ആട്ടി ഒലപ്പിക്കാൻ, അതായത് പിടിച്ചു കുലുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അത് വീട്ടിൽ നിന്നുണ്ടാവും, നാട്ടിൽ നിന്നുണ്ടാവും, വീട്ടുകാരുണ്ടാവും, ബന്ധുക്കാരുണ്ടാവും. ഒന്ന് ഇളക്കി നോക്കും അല്ലെ? കൊള്ളിക്കട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? കൊള്ളിക്കട നമ്മള് കൊള്ളിക്കുത്തി കൊള്ളിക്കട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? ആര് ഇളക്കാൻ നോക്കിയാലും ഇളകാത്ത രീതിയിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ ആർസിഎമ്മിൽ വിജയം സുനിശ്ചിതം. ചെയ്തത് എന്താണ്? ചെയ്തത് 25,000 BV കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, 25,000 ഇനി ചെയ്യാൻ പറ്റുന്നവര് ചെയ്യൂ, 50,000 ചെയ്യാൻ പറ്റുന്നവര് ചെയ്യൂ, 1,00,000 BV ചെയ്യാൻ പറ്റുന്നവര് ചെയ്യൂ. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ആർക്കും ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആർസിഎമ്മില് ഒരു വരുമാന മാർഗം നേടണം, നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് ആര് ആഗ്രഹിക്കുന്നോ അവര് മിനിമം 5,000 BV ചെയ്യുന്ന ആളുകളായിട്ടിരിക്കണം. ഞാൻ പറയുന്നു, എന്റെ ടീമിൽ ഞാൻ പറയാറുണ്ട്, 5,000 BV ചെയ്യുന്ന ആളുകളാണ് വരുമാനം ആഗ്രഹിക്കാൻ പാടുള്ളൂ. മിനിമം 5,000 BV. അപ്പൊ പല ആളും പറഞ്ഞു, പുസ്തകത്തിൽ 1,500 BV ചെയ്താലും കമ്മീഷൻ കിട്ടില്ലോ. 1,500 BV ചെയ്താലും കമ്മീഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ ടീം ഡെവലപ്പ് ചെയ്താൽ, അല്ല, ടീം ഡെവലപ്പ് ചെയ്താൽ. ആ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാനാണ് സുഹൃത്തുക്കളെ നമ്മൾ 5,000 BV ചെയ്യേണ്ടത്. ഒരു 2,000 BV വരെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1,000 BV നമ്മുടെ വീട്ടിലേക്ക് വേണം അല്ലെ? ഇതൊരു നമ്മള് എന്താണ്, ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കി കാണിക്കേണ്ടതാണ്. പക്ഷെ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു 2,000 BV ചെയ്യുന്ന ഒരു ഐഡിയ എടുത്ത ഒരു വ്യക്തി, അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കണം, എനിക്ക് വരുമാനം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ, ഒരു 2,000 BV ചെയ്യുന്ന ഒരാളുടെ വീട്ടിലേക്ക് 1,000 BV വേണം തുടക്കത്തില് അല്ലെ? പൂർണ്ണമായിട്ട് ഉൽപ്പന്നങ്ങൾ, ന്യൂട്രി സപ്ലിമെന്റ് അടക്കം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 5,000-ന് മേലെ വരും. പക്ഷെ തുടക്കക്കാർ അങ്ങനെയല്ലല്ലോ. തുടക്കത്തിൽ ഒരു സംശയാസ്പദമായിട്ടാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുക. പതുക്കെ പതുക്കെയാണ് നമ്മള് ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു തുടങ്ങുക. അപ്പോൾ ആദ്യം ഒരു 2,000 BV വരെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാള്, മേടിക്കുന്ന ഒരാള് 1,000 BV അവന്റെ വീട്ടിൽ ഉപയോഗിക്കും. 1,000 BV 4 അയലക്കത്തിൽ കൊടുക്കുമ്പോഴേക്കും തീരും. അപ്പൊ 1-ാമത്തെ മാസം കഴിഞ്ഞു. ഇനി 2-ാമത്തെ മാസം അദ്ദേഹം വീണ്ടും 2,000 പർച്ചേസ് ചെയ്യാണ്. അദ്ദേഹം അപ്പോഴും 1,000 BV ആരുടെ വീട്ടിലേക്ക് വേണം? അവനവന്റെ വീട്ടിലേക്ക് വേണം. 1,000 BV എവിടേക്ക് വേണം? മുന്നു കൊടുത്ത ആ 4-5 വീട്ടുകാർക്ക് വേണം. 2-ാമത്തെ മാസം കഴിഞ്ഞു. 3-ാമത്തെ മാസം, 4-ാമത്തെ മാസം, 5-ാമത്തെ മാസം, 12 മാസം, 24 മാസം ഇതേ പ്രവർത്തനം ചെയ്താൽ ഈ വ്യക്തി മുഖാന്തരം എത്ര ആള് ആർസിഎമ്മിനെ മനസ്സിലാക്കും? എത്ര ആള് ആർസിഎമ്മിനെ മനസ്സിലാക്കും? അവരവര് വീട്ടിലേക്ക് 1,000 BV-യും 4 അയലക്കത്തും കൊടുത്തു കഴിയുമ്പോൾ 2,000 BV കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അടുത്ത മാസ. അങ്ങനെ അദ്ദേഹം 25 വർഷം ചെയ്താലും അദ്ദേഹം മുഖാന്തരം അദ്ദേഹത്തിന്റെ വീട്ടിലും ഈ 4 അയലക്കാര് മാത്രമല്ലേ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാ? പ്രൊഡക്റ്റ് ഇല്ല. അവിടെയാണ് ഏതൊരു തുടക്കക്കാരനും 5,000 BV സെൽഫ് ഐഡിയിൽ തുടക്കത്തിൽ ചെയ്താലുള്ള മാജിക്. അവിടെയാണ് മാജിക്.
അപ്പൊ തുടക്കത്തില് 1000 BV അവനവന്റെ വീട്ടിലേക്ക് വേണം, 1000 BV തൊട്ട 4-5 അയലക്കാർക്ക് വേണം, പിന്നെ 3000 BV നമുക്ക് ബാക്കി. 3000 BVയുടെ പ്രൊഡക്റ്റ് വീട്ടിലിരിക്കുക. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് അടുത്ത മാസം ഈ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഇത് പൈസയായിട്ട് മാറണം, ഈ പ്രൊഡക്റ്റ് പൈസയായിട്ട് മാറണം. നമ്മള് എന്ത് ചെയ്യും? 6ാമത്തെ വീട്, 7ാമത്തെ വീട്, 8ാമത്തെ വീട്, 9ാമത്തെ വീട്, 10ാമത്തെ വീട്, 10 വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും മേടിച്ചൊന്നും വരില്ല. പക്ഷെ 1-2 ആളുകൾ വാങ്ങിച്ചു തുടങ്ങും. 11ാമത്തെ വീട്, 12ാമത്തെ വീട്, 13ാമത്തെ വീട്, 14ാമത്തെ വീട്, 15ാമത്തെ വീട്. അപ്പോൾ ഒരു 1000 BV പോയി. ബാക്കി ഇനി 2000 BV ഉണ്ട്, ഇനി ദിവസമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുന്ദരമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞിട്ടോ അദ്ദേഹത്തിന്റെ ഒരു പാർട്ട് ടൈമിലോ അദ്ദേഹം മറ്റുള്ള ആളുകൾക്കും കൊടുക്കുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? പറഞ്ഞവരെല്ലാവരും മേടിക്കില്ല, പക്ഷെ 10 വീട്ടിൽ പറഞ്ഞാൽ 1-2 പേര് മേടിക്കും. അങ്ങനെ 20 വീട്ടിൽ വരുമ്പോ 4 പേര്. അങ്ങനെ വാങ്ങിച്ച് ഏകദേശം 10-30 വീടുകളിലേക്ക് കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ 5000 BVയുടെ ഉൽപ്പന്നങ്ങള് കയ്യിൽ നിന്ന് പോയി, ആ പൈസ തിരിച്ചു കിട്ടി. ഇനിയാണ് മാജിക്. ഈ പൈസ കൊണ്ട് വീണ്ടും 5000 BVയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊടുത്ത വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ പേസ്റ്റ് ഉപയോഗിച്ച ആളുകള്, സോപ്പ് ഉപയോഗിച്ച ആളുകള്, അവര് പറയും ദേ അയലക്കത്തെ വീട്ടിലും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഉൽപ്പന്നാട്ടാ, ചായപ്പൊടി അപ്പുറത്തും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണി പറഞ്ഞിട്ടുണ്ട്, ആ കല്യാണി വീട്ടിലും കൂടി കൊടുത്തത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആളുകള് വീണ്ടും നിങ്ങൾക്ക് അടുത്ത ഉൽപ്പന്നങ്ങൾ എന്താണ് ആളുകളെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഈ 5000 BV ചെയ്ത ഒരാൾക്ക് അടുത്ത മാസം 5000 BV അല്ല ചെയ്യാൻ സാധിക്കുക, അവിടെ ഒരു 10000 BV 20000 BV ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ജനങ്ങൾ ഇതിങ്ങനെ പഠിക്കും. അപ്പോൾ മിനിമം ഒരു 5000 BV ചെയ്യാത്ത ഒരാൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടെങ്കിലാണ് ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടെങ്കിലാണ് കൊടുക്കുള്ളൂ, അല്ലെ? തവിടെണ്ണയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അന്നാ ഒരു പാക്കറ്റ് തവിടെണ്ണ ഹെൽത്ത് കാർഡ് ഓയിൽ തായോ എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഹെൽത്ത് കാർഡ് ഓയിൽ ഇല്ലതാനും പുസ്തകം കാണിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് പുസ്തകത്തിൽ ഉള്ള ഓയിലിന്റെ പടം കൊണ്ട് പപ്പടം കാച്ചാൻ പറ്റുമോ? ഓയിലിന്റെ പടം കൊടുത്തു കഴിഞ്ഞാൽ പപ്പടം കാച്ചാൻ പറ്റുമോ? ഓയിൽ തന്നെ കൊടുക്കണ്ടേ? അത് കൊടുത്ത് ഉപയോഗം കഴിയുമ്പോഴല്ലേ അവർക്ക് നല്ലതായിട്ട് നമ്മൾ പറയുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ സമൃദ്ധിയായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം. മിനിമം ഒരു 5000 BV ചെയ്യാത്ത ഒരാളെയും TCG ഇതിന്റെ പ്രചാരകരായിട്ട് അംഗീകരിക്കുന്നില്ല. ഗോപകുമാർ സാറ് പറഞ്ഞത് അത് തന്നെയാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഗോപകുമാർ സാറ് പറഞ്ഞത് അത് തന്നെയാണ്. 5000 BV മിനിമം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്ത ഒരാള് ആർസിമിന്റെ സിസ്റ്റത്തിലല്ല എന്നാണ് പറഞ്ഞത്. ആർസിമിന്റെ സിസ്റ്റത്തിലല്ല, ഉപഭോക്താക്കളുടെ കാറ്റഗറിയിലാണ്. ആർസിമിന്റെ സിസ്റ്റത്തിലുള്ളവരെ ആർസിമിന്റെ സിസ്റ്റമാറ്റിക് ആയ നല്ലൊരു വരുമാനത്തിന്റെ ആ പടിപടിയായിട്ടുള്ള ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ തുടങ്ങിയിട്ടുള്ള ആ ലെവല് മുന്നോട്ട് പോകുള്ളൂ. അല്ലാത്തവര് കുറച്ച് മുന്നോട്ട് പോവും, പിന്നെ അവിടെ നിശ്ചലാവും. അപ്പോൾ അതുകൊണ്ട് എന്റെ ടീമില് ഞാൻ ചെയ്യുന്നുണ്ടോ, അല്ലെ? ആദ്യം ചെയ്തത് എന്താണ്? ഇന്ന് പറഞ്ഞത് എന്താണ്? ചെക്ക് യുവർ സെൽഫ്. പല ആളുകളുടെയും പരാതി എന്റെ ടീമില് ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്റെ ടീമില് ആരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നില്ല, എന്റെ ടീമിൽ ആരും മീറ്റിങ്ങിന് വരുന്നില്ല, എന്റെ ടീമിൽ ആരും ട്രെയിനിങ്ങിന് വരുന്നില്ല, എന്റെ ടീമിൽ ആരും സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാലും കേറുന്നില്ല. എന്റെ ടീമില് അത് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എന്റെ ടീമുകൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, നല്ല ആളെ കിട്ടിയിട്ടില്ല, ഹോം മീറ്റിംഗ് വെച്ചിട്ടില്ല, ഹോം ഷോപ്പ് തുടങ്ങിയിട്ടില്ല, ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല, കലണ്ടർ വാങ്ങിച്ചിട്ടില്ല, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ ചെയ്തോ? DRC, മുൻഡാർസി, ഇതൊക്കെ ഞാൻ ചെയ്തോ? അല്ലെ? എന്റെ ടീമിലെ ആളുകള് ജോയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നില്ല എന്റെ ടീമിൽ ഇട്ടാ. അതിനു മുന്നേ, അത് പറയുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്റെ വീട്ടിൽ 100% ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പല ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ പല ആളും ഞാൻ കൈ ഉയർത്തി ചോദിക്കാറുണ്ട് 100% ഉൽപ്പന്നങ്ങള് ആത്മവിശ്വാസത്തോടു കൂടി
ഉപയോഗിക്കുന്ന ആളുകൾ എത്ര പേരാണെന്ന് ഞാൻ കൈ ഉയർത്താറുണ്ട്. കൈ ഉയർത്തി. അപ്പൊ കൈ ഉയർത്തുമ്പോൾ അവിടെ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന എല്ലാവരും കൈ ഉയർത്തും. ആ കൈ ഉയർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലെ അടുത്ത കൈ കൊണ്ട് നിങ്ങളുടെ കയ്യിലെ പേന ഒന്ന് ഉയർത്താൻ പറയും. എഴുതുന്ന പേനയെ ഒരു പല ട്രെയിനിങ്ങിലും പറഞ്ഞപ്പോൾ മുതിർന്ന പല ലീഡേഴ്സ് പോലും അവരുടെ കയ്യില് റെയ്നോൾഡ്സിന്റെ പേന, സ്റ്റിക്കിന്റെ പേന, പല കമ്പനിയുടെ പേനയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. 100% ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ കയ്യില് ആർസിമിൻ്റെതല്ലാത്ത നോട്ട്ബുക്ക്, ആർസിമിൻ്റെതല്ലാത്ത പേന, ഡ്രസ്സ് പിന്നെ പറയണ്ട. അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ആദ്യം എന്റെ ടീം അംഗങ്ങള് അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ ഞാനിത് ചെയ്യുന്നുണ്ടോ, അവിടെയാണ് ഏറ്റവും വലിയ പോയിന്റ്. ആർസിമിൽ വന്നതിന് ശേഷം ഞാൻ നോക്കിയതും ഞാൻ പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചതും ആ ഒരൊറ്റ പോയിന്റാ. ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ എമറാൾഡ്, സ്റ്റാർ എമറാൾഡ് ആയി എന്ന് ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ സൂത്രവാക്യാണ്: ആര് ചെയ്യുന്നു? എന്റെ അപ്ലൈൻ ലീഡർ ചെയ്യുന്നുണ്ടോ? എന്റെ ഡൗൺലൈൻ ലീഡർ ചെയ്യുന്നുണ്ടോ? എന്റെ ക്രോസ് ലൈൻ ലീഡർ ചെയ്യുന്നുണ്ടോ? എന്റെ അയലക്കാരൻ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നുണ്ടോ? ഇത് നോക്കിയിട്ടല്ല ഞാൻ ഇതിൽ ഇറങ്ങി തിരിച്ചതും ഏറ്റെടുത്തതും. ഇത് നല്ലതാണെന്നും ഇതിലൂടെ വിജയിക്കാനുള്ള അവസരം ഉണ്ടെന്നും കേട്ടപ്പോൾ പിന്നെ ആര് ചെയ്യുന്നു എന്ന് ചോദിക്കല്ല, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് മുന്നേറി. അത് ചെയ്തു. എന്നിട്ടാണ് എന്റെ കൂടെ വന്ന ആളുകളോട് അത് ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്റെ ടീമംഗങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം നല്ലതാ, പക്ഷെ ആ ആഗ്രഹം അത്ര നല്ലതാണോ എന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബേസിക് ആയ കാര്യങ്ങൾ അല്ലെ, അതുകൊണ്ടാണ് 6 ബേസിക് എന്ന് നമുക്ക് പറഞ്ഞുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പല ആളുകളും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്, 100% ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലോട് പറയുന്നുണ്ടോ? ഇല്ല. അത് ഞാൻ പറയാറില്ല. എന്താ കാരണം? ഇത്തിരി നാണക്കേടാ. ഇത് ഉപ്പും പല്ലിമുളകും പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസിമിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണം, വലിയ സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ഒരാളോടും പറയാനായിട്ട് ബുദ്ധിമുട്ടാ. നമ്മൾ ആരെങ്കിലോടും പറയുന്നത് കണ്ടാലല്ലേ നമ്മുടെ ടീമംഗങ്ങൾ പറയുള്ളൂ, അല്ലെ? അപ്പോൾ അതുകൊണ്ട് ആർസിം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, പ്രൊമോഷൻ ചെയ്യുക, അല്ലെ? ഹോം മീറ്റിംഗ് ഞാൻ നടത്തിയോ? അല്ലെ, ഞാൻ ഒരു ഹോം മീറ്റിംഗ് എന്റെ ടീമിനോട് നടത്താൻ പറയുമ്പോൾ ഞാൻ നടത്തിയോ? ചിന്തിക്കണം. ഹോം ഷോപ്പ് എന്റെ ടീമിനോട് നടത്താൻ പറയുമ്പോൾ ഞാൻ നടത്തിയോ അങ്ങനെ ഒരു ഹോം ഷോപ്പ്? ഒരു ഡിസ്പ്ലേ വാള് ഞാൻ എടുത്തോ? ഇനി ഹോം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം നടത്തി? പല ആളുകളുണ്ട്, ഞാൻ പല ക്ലാസ്സിനും ചോദിക്കാറുണ്ട്, ഹോം മീറ്റിംഗ് നടത്തിയ ആളുകളൊക്കെ ഒന്ന് കൈയോർത്തു. അപ്പൊ നോക്കുമ്പോ 3 വർഷവും 4 വർഷമൊക്കെ ആയ ആളുകള്, ടീം വളരുന്നില്ല എന്ന് പറയുന്ന ആളുകള് കൈ ഉയർത്തി. ഹോം മീറ്റിംഗ് നടത്തിയ കാറ്റഗറിയിൽ കൈ ഉയർത്തി. ഞാൻ ചോദിച്ചു, എത്ര എണ്ണം നടത്തി? എത്ര എണ്ണം നടത്തി? പല ആളുകളും ഒരു ഹോം മീറ്റിംഗ് നടത്തിയുള്ളൂ. പല ആളുകളും ഒരു ഹോം മീറ്റിംഗ് നടത്തിയുള്ളൂ. 20 പേരോട് പറഞ്ഞു, 5 പേര് വന്നു. ആ ഒരു ഹോം മീറ്റിംഗ് നടത്തി. അതിന്റെ പേരില് ഇനി വേറെ ഹോം മീറ്റിംഗ് ഒന്നും വേണ്ട എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾക്ക് പരിചയമുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയോ ഉൽപ്പന്നങ്ങള്? ആ പരിചയപ്പെടുത്തിയ അന്ന് മുതൽ, അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ഹോം മീറ്റിംഗ് നടത്തണം. ആ ഹോം മീറ്റിംഗിന്റെ പ്രചോദനമാണ് നമ്മുടെ ടീമംഗങ്ങള് ഹോം മീറ്റിംഗ് നടത്താം, അല്ലെ? ഒരു വർഷമായി വാർഷികത്തില് എന്ത് നടത്തൂ? അതിന്റെ ഒരു വർഷത്തെ ഇനാഗറേഷൻ ആയിട്ട് വീണ്ടും റീഇനാഗറേഷൻ ആയിട്ട് നടത്തൂ. അപ്പോൾ ഡിസ്പ്ലേ വാളിന്റെ ഒരു പുതുക്കിയിട്ടുള്ള ഡിസ്പ്ലേ വാള് നമ്മൾ എന്താണ്, ഒരു എന്തെങ്കിലും പറഞ്ഞൊരു ക്ലാസ് നമ്മൾ അവിടെ സംഘടിപ്പിക്കണം. അങ്ങനെ സംഘടിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം അത് കാണുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഹോം മീറ്റിംഗ്, ഹോം ഷോപ്പ് ഉദ്ഘാടനം, അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെ? പല ആളുകളും എന്തിനാ എന്തും മീറ്റിങ്ങിന് പോകണം, എന്തിനാ എന്തും മീറ്റിങ്ങിന് പോകണം. അപ്പൊ ഗിരി സാറ് വളരെ രസകരമായ ഒരു കാര്യം, ഒരു കഥ, അല്ലെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഗിരി സാറിന്റെ അയലക്കത്ത് ഗിരി സാറ് ടാറ്റ കാരിയർ മേടിച്ചപ്പോൾ അവിടെ
അയലക്കത്തുനിന്ന് ജോലിക്ക് പോകുന്ന ഒരു മാഡം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ വണ്ടിയിൽ കയറ്റി ചാലക്കുടിയിൽ ഇറക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ അവര് ചോദിച്ചു, ഗിരീഷ നീ എന്നും എന്തിനാ ഇങ്ങനെ മീറ്റിങ്ങിന് പോകുന്നത്? എന്തിനാ മീറ്റിങ്ങിന് പോകുന്നത്? അപ്പോ ഗിരീഷ് സാറ് ആ മാഡത്തിനോട് ചോദിച്ചു, ചേച്ചി എന്തിനാ എന്നും പണിക്ക് പോകുന്നത്, ജോലിക്ക് പോകുന്നത്? ആ അത് ശരി, എന്തിനാ ഞാൻ ജോലിക്ക് പോകുന്നത്? എനിക്ക് കാശ് കിട്ടണ്ടേ, എനിക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോ ഗിരീഷ് സാറ് പറഞ്ഞു, എനിക്കും വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്റെ അറിവ് കൂട്ടാനാണ്. അറിവ് കൂടിയാൽ ഇതിന് വരുമാനം കൂടും. അപ്പോൾ പ്രോഗ്രാമുകള്, ട്രെയിനിങ്ങുകള്, കമ്പനി വിസിറ്റിംഗ് എന്ന് വേണ്ട അനേകം കാര്യങ്ങള് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അല്ലെ? ആക്ഷൻ പ്ലാൻ നമ്മൾ പറയും. ഈ ആക്ഷൻ പ്ലാനിൽ ഞാൻ വന്നിട്ടുണ്ടോ? അതിൽ ബേസിക് ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് ഞാൻ ചെയ്യുന്നുണ്ടോ? കാരണം അത് ചെയ്യുന്ന ഒരാൾക്കാണ് 10 ആളെ RCMൽ പരിചയപ്പെടുത്താനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇന്നത്തെ ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മള് സ്വയം ചിന്തിക്കണം. ഒരു ഐഡിയ എടുത്തിട്ട് ഞാൻ RCMൽ എന്ത് ചെയ്യുന്നു? ഉപഭോക്താവായിട്ടാണോ ഞാൻ നിൽക്കുന്നത്? വെറും സെയിൽസ്മാൻ ആയിട്ടാണോ ഞാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇതിലൂടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി ഒരു ബോധവൽക്കരണം നടത്തി ഇതിന്റെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഞാൻ പാലിക്കുന്നു? അതില് മിനിമം ഞാൻ പറയുന്ന ഇന്നത്തെ ഒരു ഫോക്കസ് എന്തായിരിക്കണം? മിനിമം ഡയമണ്ട് ക്ലബ്, എന്തെങ്കിലും ഒരു വരുമാന മാർഗം നേടുന്ന ഒരാള് നമ്മുടെ ടീമില് മിനിമം ഡയമണ്ട് ക്ലബ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി, അല്ലെ? 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ എന്തിനാ ചെയ്യുന്നത്? അല്ലെ? പല ക്ലാസ്സുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 1-ാം തീയതിക്കും 10-ാം തീയതി ഒരു മാസത്തെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു മാസം ലാസ്റ്റ് വരെയാണ് ബിസിനസ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു മാസത്തിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ആ ബിസിനസ് അവിടെ ക്ലോസ് ആവും. ആ ക്ലോസ് ആകുന്ന ബിസിനസിന് കണക്കാക്കിയിട്ടാണ് നമുക്ക് അതിന്റെ PVക്ക് അനുസരിച്ചാണ് വരുമാനം വരുന്നത്. അപ്പോൾ 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം, ലോജിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ ഈ 5000 PV നമ്മുടെ കയ്യിൽ വന്നാൽ ബാക്കി 20 ദിവസം കൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആടിപ്പാടി ഉൽപ്പന്നങ്ങൾ കൊടുക്കാനുള്ള സമയം കിട്ടും. അതിനാണത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുക. ഡയമണ്ട് ക്ലബ്ബ്, മിനിമം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകൾക്കാണ് RCMലൂടെ വലിയ ജീവിത വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കുക. കാരണം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് കൂടെ വരുന്നവരെ അങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ അത് ഉറപ്പിക്കുക. ഡയമണ്ട് ക്ലബ്ബ്, ഹോം ഷോപ്പ്, ഹോം മീറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയമണ്ട് ക്ലബിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കണം, ഈ ഒരു മാസത്തെ വലിയ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ലോകത്തിൽ വിജയിച്ച ആളുകള് ചെയ്ത 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ ലോകത്തിൽ, RCMലല്ല, ലോകത്തിൽ ആരൊക്കെയാണോ വലിയ വിജയം കൈവരിച്ച് അവര് നേട്ടങ്ങൾ ഉണ്ടാക്കിയത്, അത് ഒറ്റയ്ക്കല്ല, അതൊരു ടീമിന്റെ നേട്ടമാണ് അവരുണ്ടാക്കുന്നത്. ടീമിലൂടെ വളർന്നുള്ള ആളുകളാണ്, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തുള്ള ആളുകളാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകൾ. അവരാണ് വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ പാസീവ് ഇൻകം ഒക്കെ വാങ്ങിക്കുന്ന ആളുകൾ, ആ കാറ്റഗറി ആളുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതില് പറയുന്ന 3 പോയിന്റിൽ പറയുന്ന ആദ്യത്തെ കാര്യം, ആ 3 പോയിന്റ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഇവിടെ ഇന്നത്തെ ചെക്ക് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരാം. ചെക്ക് യുവർ സെൽഫ്, ലോകത്തിലെ ഏറ്റവും പവറായിട്ടുള്ള ഒരു വേർഡ് ആർക്ക് പറയാൻ പറ്റും? ലോകത്തിലെ ഏറ്റവും പവറായിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് അത് ഒന്നൊന്നര പവറാ. ആ ഒരു വേർഡിന്റെ പറയുന്നത് പവറിനെ തന്നെയാണ്. പവർ, അല്ലെ? പവർ, ശക്തി എവിടെയാണോ ഉള്ളത്, അല്ലെ? ബലം എവിടെയാണോ ഉള്ളത്, പവർ എവിടെയാണോ ഉള്ളത്, അല്ലെ? ഏത് തരത്തിലായിക്കോട്ടെ, അത് ഹെൽത്തി അത് ഹെൽത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, സാമ്പത്തികത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എവിടെയാണോ മണി പവർ, എവിടെയാണോ ഹെൽത്ത് പവർ, എവിടെയാണോ നമുക്ക് ടീം പവർ, എല്ലാ തലത്തിലും നോക്കുമ്പോൾ ആ പവർ എന്ന ശക്തിക്ക് തന്നെയാണ് പവർ. അതുകൊണ്ട് ആദ്യം ഞാനാണ് പവറായിട്ട് മാറേണ്ടത്, അല്ലെ? എനിക്ക് എന്ത് പവർ ഉണ്ട് എന്നുള്ളതില്ല, അല്ല, എന്ത് പവർ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. എനിക്ക് എന്തുണ്ടെന്നുള്ളതിൽ ഒരു കാര്യമില്ല, പക്ഷെ എന്ത് നേടണം എന്നുള്ളതിലാണ്
കാര്യം. അപ്പോൾ അതില് 3P ആണ് പറയുന്നത്. 3P അല്ലെ? ഈ 3P പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ഈ 3P ഉൾക്കൊള്ളണം. ഈ 3P പറയുന്ന ഉൾക്കൊള്ളണം. അതായത് ലോകത്തില് വിജയിച്ചിട്ടുള്ള സക്സസ് ആയുള്ള ആളുകൾ ചെയ്ത 3 പോയിന്റാണ്. അതില് നമ്മൾ എടുത്തു പറയേണ്ട പോയിന്റാണ് പേഴ്സണൽ പവർ. ആദ്യത്തെ P, പേഴ്സണൽ പവർ. നമ്മൾ ആരായിരുന്നു? ഏത് കുടുംബത്തിൽ ജനിച്ച ആളാണ്? എനിക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? എനിക്ക് കാലുണ്ടോ, കൈയുണ്ടോ, ചെവിയുണ്ടോ, മൂക്കുണ്ടോ, കണ്ണുണ്ടോ? ഇതൊന്നും ഒരു വിഷയമല്ല. ആർസിമില്, മറ്റുള്ള മേഖലയിൽ ചിലപ്പോൾ വിഷയമായിരിക്കും. ആർസിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പേഴ്സണൽ പവർ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ പുറത്തേക്കെടുത്ത് എന്റെ പേഴ്സണൽ പവർ, അത് അറിവിന്റെ കാര്യമാണെങ്കിൽ അറിവിന്റെ കാര്യം, ചെയ്യുന്ന കാര്യമാണെങ്കിൽ ചെയ്യുന്ന കാര്യം, ഏതാ ടാർഗറ്റ് ഏറ്റെടുക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ. അതായത് എന്റെ കഴിവിന്റെ മാക്സിമം പവർ ഞാൻ എടുക്കുന്ന എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂട്ടണം. അത് സംസാരത്തിലായിക്കോട്ടെ, നടത്തി ഉണ്ടായിക്കോട്ടെ, വേഷത്തിലായിക്കോട്ടെ, എന്ന് വേണ്ട ഏതൊരു കാര്യത്തിലും നമ്മൾ മികവ് പുലർത്തണം. പേഴ്സണൽ പവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതാ പോകുന്ന ഒരു ലീഡർ ആണെന്ന് പറയണം. വാടിക്കുഴഞ്ഞ് നടക്കരുത്, ആടിയൊലഞ്ഞ് നിൽക്കരുത്, ചഞ്ചലിച്ച് നിൽക്കരുത്, ഭയപ്പാട് കണ്ണുകളിൽ തെളിയരുത്. എന്ത് വേണം? പവറായിട്ട് നിൽക്കണം. പവറായിട്ട് നിൽക്കണം. ഒരു തീരുമാനം. കാശ് എത്ര പോക്കറ്റിലുണ്ട് എന്ന് വന്നു അല്ലെങ്കിൽ വരുന്നു എന്ന് നോക്കിയിട്ടല്ല പവറായിട്ട് നിൽക്കേണ്ടത്. നമുക്ക് മനസ്സിലാവണം, ഇങ്ങനെ പവറായിട്ട് നിന്നാലേ പൈസ വരുള്ളൂ. ഇങ്ങനെ പവറായിട്ട് നിന്നാലാണ് നമ്മുടെ കൂടെ ആളുകൾ അസോസിയേറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനെ പവറായിട്ട് നിന്നാലാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ കഴിവല്ല, എല്ലാവർക്കും ഒരേ പവർ അല്ല. പക്ഷെ ഒരാൾക്കില്ലാത്ത പവർ വേറൊരാൾക്ക് ഉണ്ടാവും. പക്ഷെ എന്റെ പവറിന്റെ യഥാർത്ഥ പവർ ഞാൻ എടുത്തിരിക്കണം. അല്ലെ? ഇത് കഞ്ഞിനും കുഞ്ഞിനും വെച്ച് കളിക്കുന്ന കളിയല്ല. ഏത്? പല ആൾക്ക് ആർസിയും കഞ്ഞിനും കുഞ്ഞിനും വെച്ച് കളിക്കുന്ന കളിയാ. ഞാൻ പറയുന്നത് ഇത് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ് അല്ലെ? അമേരിക്കയിലും ചൈനയിലും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ബിസിനസ്, ഇന്ത്യയില് ഏറ്റവും വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായിട്ട് നിൽക്കുന്ന ആർസിം എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ആത്മാഭിമാനം തോന്നണം, ഒരു വിശ്വാസം വരണം, ചഞ്ചലിപ്പുണ്ടാവരുത്. ആരെങ്കിലും അങ്ങോട്ട് ഊതിയാൽ കെടുന്നതായിട്ട് നിൽക്കരുത്. ആരെങ്കിലും അങ്ങ് പിപ്പിടി കാണിക്കുമ്പോൾ, അവിടെ ഓലപ്പാമ്പ് കാണിക്കുമ്പോൾ ഇത് പാമ്പാന്ന് വിചാരിച്ച് ഓടരുത്. ഏത് പ്രതിസന്ധിയുടെ മുന്നിലും നിൽക്കണം. പുച്ഛിച്ചോട്ടെ, കളിയാക്കിക്കോട്ടെ, നാളെ ഒരു നാള് നിങ്ങളെ ഞാൻ കാണിച്ചു തരും. ആർസിം എന്ന പ്രസ്ഥാനത്തിലൂടെ എന്റെ വിജയം ഞാൻ ഉറപ്പിച്ച് കാണിച്ചു തരുന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആ പേഴ്സണൽ പവർ കൂട്ടിട്ടാണ് നെഞ്ചും വിരിച്ചാണ്ട് നിൽക്കണം. JRCയും ഗുഡാർസിയും പേഴ്സണൽ പവർ. പേഴ്സണൽ പവർ, പേഴ്സണൽ പവർ ഇല്ലാത്ത ആളുകളെ താടിമിട്ട് തട്ടും ആളുകൾ. ഒന്ന് നേർന്നു നോക്കിയേ, ഒന്ന് ആലോചിക്കും തട്ടണമെങ്കിൽ. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് നേർന്നുള്ള എന്തുണ്ടായിട്ട് എന്നുള്ളതല്ല, എന്തുണ്ടാവണം എന്നുള്ളതിലാണ് അവരുടെ ഉറപ്പ്, തീരുമാനം. അതുകൊണ്ട് ആദ്യത്തെ P, പേഴ്സണൽ പവർ. പേഴ്സണൽ പവർ കൂട്ടാനുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകണം. ലീഡേഴ്സ് നടത്തുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എന്ന് വേണ്ട ഈ സൂം മീറ്റിംഗ് അറ്റൻഡ്, എവിടുന്നാണ് നമുക്ക് അറിവ് കിട്ടുക അവിടെയൊക്കെ നമ്മൾ അറിവ് ശേഖരിക്കണം. ശേഖരിച്ചാൽ മാത്രം പോരാ, അത് പറഞ്ഞു കൊടുക്കണം. അല്ലെ? പറഞ്ഞ് 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 പഠിക്കണം. അല്ലെ? ആദ്യം പറയുമ്പോൾ ആ മാർക്കറ്റിംഗ് ആൾക്ക് മനസ്സിലാവില്ല. പല ആളും പറയും എന്റെ നാട്ടിലൊന്നും ആളുകൾക്ക് ആർസിയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എങ്ങനെയാ പറഞ്ഞേ അതാലോചിക്കുന്നില്ല. ആരോടെ പറഞ്ഞേ അതാലോചിക്കുന്നില്ല. ആരാ പറഞ്ഞേ അതാലോചിക്കുന്നില്ല. എപ്പോഴാ പറഞ്ഞേ അതാലോചിക്കുന്നില്ല. ഷോദി പ്ലാനാണോ പറഞ്ഞേ അതാലോചിക്കുന്നില്ല. ഷോദി പ്ലാനാണോ സേദി പ്ലാനാണോ? റേഷൻ കടയിൽ മണ്ണെണ്ണ മേടിക്കാൻ നിന്നപ്പോ അപ്പൊ പറഞ്ഞതാ ആർസിയം. പച്ചക്കറികളിൽ പച്ചക്കറി മേടിക്കാൻ വന്നപ്പോൾ അപ്പൊ പറഞ്ഞത് ആർസിയം. എന്നിട്ട് അവന് മനസ്സിലായില്ല. എങ്ങനെ പറഞ്ഞു അത് വളരെ പ്രധാന. എന്ത് പറഞ്ഞു അത് വളരെ പ്രധാന. ആരാ പറഞ്ഞേ അത് വളരെ പ്രധാന. അല്ലെ? അതുകൊണ്ട് ആ പ്രധാനം എന്നിലാണ്. അല്ലെ? ഞാനാണ് മാറേണ്ടത്. എന്റെ ഭാര്യ മാറിയില്ല, എന്റെ ഭർത്താവ് മാറിയില്ല, എന്റെ മക്കള് മാറിയില്ല, ഈ ലോകം മാറിയില്ല, ഭരണ കർത്താക്കള് മാറിയില്ല.
ഇതൊന്നും മാറ്റാൻ നമ്മൾ കൊണ്ട് സാധിക്കില്ല. ലോകത്തില് ഒരേ ഒരാളെയാണ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ, അത് ഞാൻ തന്നെയാണെന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഉറപ്പിക്കണം. പേഴ്സണൽ പവർ. രണ്ടാമത്തെയാണ്, ചില ആള് പറയും ഞാനേ ഇപ്പോഴൊന്നും നോക്കുന്നില്ല അച്ചീവ്മെന്റ്. ഏത് അച്ചീവ്മെന്റ് ഒക്കെ വന്നോട്ടെ, ടീമിൽ അതൊക്കെ വന്നോട്ടെ, അതൊക്കെ ലീഡേഴ്സ് പറയും, ഞാനിപ്പോ അതൊന്നും നോക്കുന്നില്ല. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ പി പൊസിഷൻ പവറാ. പൊസിഷൻ പവർ. പേഴ്സണൽ പവർ കഴിഞ്ഞാൽ പിന്നെ പൊസിഷൻ പവർ വരണം. അല്ലെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ ഇത്ര പേര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 8.5 വർഷമായി ഞാൻ ആർസിമില് ഓപ്പണർ അച്ചീവർ ആന്ന് പറഞ്ഞാൽ, ബിനു സാറേ ഇതിൽ എത്ര പേരുണ്ടാവും ഈ ക്ലാസ് കേൾക്കാൻ? കണ്ടറിയണം അല്ലെ. ഞാൻ 8.5 വർഷമായി, ഇന്ന് സ്റ്റാർ എമറാൾഡ്, കേരളത്തിൽ 8 സ്റ്റാർ എമറാൾഡില് ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു മരപ്പണിക്കാരൻ, ഒരു കൂലിപ്പണിക്കാരൻ ഇന്ന് 800 രൂപ കൂലിയിൽ നിന്ന് ആർസിമില് കടന്നു വന്ന ഒരു വ്യക്തി ഇന്ന് ഏകദേശം അറിയാം സ്റ്റാർ എമറാൾഡ് എത്ര വരുമാനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വരുമാനത്തിലേക്ക് ഇന്ന് ആർസിമിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലിരിക്കുന്ന ആർക്കാണ് ആർസിമ് ചെയ്യാൻ പറ്റാത്തത്? ആർക്കാണ് മനസ്സിലാവാൻ പറ്റാത്തത്? അതുകൊണ്ട് പൊസിഷൻ പവറിന് വളരെ വാല്യൂ ഉണ്ട് അല്ലെ. ഒരാള് SIക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടുള്ളൂ. SIക്ക് പരീക്ഷ എഴുതിയിട്ടുള്ളൂ. നാട്ടിലൊരു ചീട്ടുകളി നടക്കുന്നു. ചീട്ടുകളി നടക്കുന്നിടത്ത് ഇവൻ ചെന്നിട്ട് പറയണം, എന്താണ് ഇവിടെ ചീട്ട് കളിക്കുന്നത് ചോദിച്ചാലോ, SI ആയിട്ടില്ല, ആ പൊസിഷൻ ആയിട്ടില്ല, പോലീസ് ആവും. അതിന് മുന്നേ ചോദിച്ചു കഴിഞ്ഞാൽ ചീട്ടുകളിക്കാരെന്ത് പറയും? പോയി വല്ല പണിയൊക്കെടാന്ന് താടിക്കിട്ട് തട്ടും. പക്ഷെ അവൻ യഥാർത്ഥ SI ആയിട്ട് ആ പൊസിഷനോട് കൂടി അവിടെ വന്നാലോ, ആ ജീപ്പ് കണ്ടാ മതി, പിന്നെ കളിക്കാരുണ്ടാവോ? കളിക്കാരുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ടീമംഗങ്ങളോട് ഇതിലൂടെ വിജയിക്കാമെന്നും ഇങ്ങനെ അച്ചീവ്മെന്റ് നേടാമെന്നും നമുക്ക് പറയണമെങ്കിൽ നമ്മള് ഓരോ ലെവലുകളും കയറി നിൽക്കുന്ന ലീഡറായിട്ട് മാറണം അല്ലെ. ഓപ്പണറിൽ നിൽക്കുന്ന ഒരു ലീഡർ പറയാണ്, അവരുടെ ഡെപ്തില് നിൽക്കുന്ന ആളോട് പറയാണ്, നിന്നെ ഞാൻ ഈ മാസം സ്റ്റാർ ആക്കാം. ആള് എവിടെയാ? ആള് ഓപ്പണറിലാ. അപ്പോൾ അവൻ നോക്കും, എന്നെ സ്റ്റാർ ആക്കാൻ പോകുന്ന ആള് ഇപ്പൊ ഓപ്പണറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മുകളിൽ നിൽക്കുന്ന ഒരാൾക്കാണ് അടിയിൽ നിൽക്കുന്ന ഒരാളെ കൈപ്പിടിച്ചു ഉയർത്താൻ പറ്റുള്ളൂ. ചെളിക്കുണ്ടില് കാല് പൂണ്ട് നിൽക്കുന്ന ഒരാള് അതിന്റെ മുകളില്, കിണറിന്റെ മുകളിൽ നിൽക്കുന്ന ആളെ പറയാണ്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന്. അതിന്റെ ലോജിക്ക് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എന്റെ ടീമില് ഒരാളെ ഞാൻ ബിഗനർ ആക്കാം എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ബിഗനർ ആവണം. ഏത് വിധേനയും ബിഗനർ ആവണം. എന്നിട്ട് നമ്മളത് പറയുമ്പോൾ അവര് പരിശ്രമിക്കും, അവര് ബിഗനറാവും. അവര് ബിഗനറാവുമ്പോൾ അടിയില് ഇതുപോലെയുള്ള ബിഗനേഴ്സ് വരും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? ഈ ഒരാളും അടുത്ത ലെവലിൽ പോവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു തീരുമാനം ഉറപ്പിക്കാൻ, എന്റെ ടീമങ്ങൾ അച്ചീവർ ആവട്ടെ, ഞാൻ ഈ മാസം ഒന്നും ആവണില്ല. ചിലര് പറയുന്ന എന്റെ ടീമങ്ങൾ അച്ചീവർ ആവട്ടെ. ടീമങ്ങൾ അച്ചീവറായി അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലീഡർ വാക്ക് ആര് കേൾക്കും? ആര് കേൾക്കും? അതുകൊണ്ട് അച്ചീവ്മെന്റ്, പൊസിഷൻ പവർ ഒരു പ്രാധാന്യമാണ്. ഈ രണ്ടാമത്തെ പൊസിഷൻ പവർ. മൂന്നാമത്തെയാണ് പീപ്പിൾ പവർ. അതായത് എവിടെയാണോ പേഴ്സണൽ പവർ ഉള്ളത് അവിടെയാണ് ആളുകള് കൂടെ ചേർന്ന് നിൽക്കുള്ളൂ, ആളുകള് വിശ്വസിച്ച് നിൽക്കുള്ളൂ. എവിടെയാണോ പൊസിഷൻ പവർ ഉള്ളത് അവിടെയാണ് ആളുകൾ നിൽക്കുള്ളൂ അല്ലെ. 5 വർഷമായി ആർസിം ചെയ്യുന്നു, ഇതുവരെ ഒരു പൊസിഷൻ ആയില്ല. ആരാ വാക്കുകൾ കേൾക്കുക? ആരാ നിൽക്കുക? അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അച്ചീവ്മെന്റ് നമ്മൾ കൊണ്ടുവരണം. അല്ലാതെ ഞാൻ 5 വർഷമായി ആർസിമില്, ഞാനിപ്പോ ഓപ്പണറാ, ആരുണ്ടാവും ആ ടീമില്? സ്പീഡ് അച്ചീവ്മെന്റ് അല്ലെ, അതാണ് ചെയ്യേണ്ടത്. സ്പീഡ് അച്ചീവ്മെന്റ്. ഈ സ്പീഡിന്റെ ലോകാണ് അല്ലെ. ഒരു യാത്ര നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ഓർഡിനറി ബസ്സിൽ കയറോ, അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ കയറോ, അല്ലെങ്കിൽ ലിമിറ്റഡിൽ കയറോ? ഇന്ന് എല്ലാവരും സ്പീഡായിട്ട്, എല്ലാവർക്കും സ്പീഡായിട്ട് വേണമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്ക് എങ്ങനെ സ്പീഡായിട്ട് ഒരു വരുമാനം നേടാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം?
അവിടെയാണ് ഡയമണ്ട് ക്ലബും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ അവര് 100 PV 200 PV ചെയ്യുന്ന ഒരാള് എന്ന് അച്ചീവർ ആവാനാ? അങ്ങനെ അവരെ ടീമില് 100 PV 200 PV ചെയ്യുന്ന ആളുകൾ വന്നാൽ ആ ടീം എന്ന് അച്ചീവർ ആവാനാ? ആ ടീമിന്റെ കൂടെ ആര് അസോസിയേറ്റ് ചെയ്യാനാ? ആ ടീമിന്റെ വാക്ക് ആര് കേൾക്കാനാ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മള് തീരുമാനം എടുക്കുക, നമ്മള് ആ ഒരു പ്രയത്നം ചെയ്യുക, അങ്ങനെയുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ എന്ന വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. പേഴ്സണൽ പവർ, പൊസിഷൻ പവർ, പീപ്പിൾ പവർ, അങ്ങനെയുള്ള ആളുകൾ കൂടെയാണ് അണിചേരുള്ളൂ. അല്ലെ, ശക്തിയുള്ള ആളുകൾ കൂടെയാണ് ആളുകൾ വരാൻ തയ്യാറുള്ളൂ. മടിയന്മാര് പോലും മടിയന്മാരെ കൂടെ നിൽക്കാനായിട്ട് മടി കാണിക്കും. അവര് പോലും നല്ല തന്റെ ഇടവും ശക്തിയുള്ള ആളുകൾ കൂടെയാ. അല്ലെ, നമ്മുടെ ലീഡേഴ്സിനൊന്ന് നോക്കൂ, നമ്മുടെ ഗോപകുമാർ സാറിനെ നോക്കൂ, മൂർത്തി സാറിനെ നോക്കൂ, ബിനു സാറിനെ നോക്കൂ, സുജിത് സാറിനെ നോക്കൂ, ഇന്ന് കേരളത്തിലെ ലീഡേഴ്സിന്റെ ഒരു നിരയെ നോക്കൂ. അവിടെ നമുക്ക് അവരെ കൂടെ ഒന്ന് ചേർന്ന് നിന്നാ പോരെ? അങ്ങനെയുള്ള ലീഡേഴ്സ് അല്ലേ നമ്മുടെ മുൻനിരയിൽ നിൽക്കുന്നത്. മൂർത്തി സാറിനെ പോലെ, ബിനു സാറിനെ പോലെ എന്ന് വേണ്ട, ഗിരി സാറിനെ പോലെ ഇന്ന് കേരളത്തില് ഉള്ള അനേകം ലീഡേഴ്സ്, അല്ലെ, അനേകം ലീഡേഴ്സ്. അങ്ങനെയുള്ള ലീഡേഴ്സിന്റെ ഒപ്പം അല്ലെ നമ്മളൊന്ന് നിൽക്കാൻ, അവരൊക്കെ പേഴ്സണൽ പവറുള്ള ആളുകളാ, പൊസിഷൻ പവറിൽ കാണിച്ചു വന്നിട്ടുള്ള ആളുകളാ. ആ പൊസിഷനിലേക്ക് ഉള്ള സൂത്രവാക്യാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ അനുഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഇത്രയും സുന്ദരമായ ഒരു സംവിധാനം, ഇത്രയും സുന്ദരമായ ഒരു സംവിധാനം വേറെ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ഓരോ വേദികളിൽ ചെല്ലുമ്പോൾ പൊന്നാട പൊക്കൊക്കെ അണിയിച്ച് സ്വീകരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു മരപ്പണിക്കാരന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനം, ആർസിം എന്ന സംവിധാനം എനിക്ക് മനസ്സിലാക്കി തന്നതിന് ദൈവത്തിനോട്, എന്റെ ലീഡേഴ്സിനോട് നന്ദി ഞാൻ പറയാറുണ്ട്. ഓരോ ദിവസങ്ങളിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താണ്? അത്രയ്ക്കും ഒരു സന്തോഷം, അത്രയ്ക്കും നേട്ടങ്ങള്, ഇതുവരെ നേടാൻ പറ്റാത്ത നേട്ടങ്ങള് നമുക്ക് നേടാനുള്ള ഒരു അവസരം. ആലോചിച്ച് നോക്കുക, ഇത്രയും സുന്ദരമായ പ്രൊഡക്റ്റ് കിട്ടുന്ന ഏത് സംവിധാനം ഉണ്ട്? ഇത്രയും സുന്ദരമായ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം കിട്ടുന്ന ഏത് സംവിധാനം ഉണ്ട്? ഇത്രയും മികച്ച ഉൽപ്പന്നങ്ങള് വില കുറഞ്ഞു കിട്ടുന്ന സംവിധാനം എത്രയുണ്ട്? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന സംവിധാനം എത്രയുണ്ട്? ആലോചിച്ച് നോക്കൂ. ഇത്രയും ഒരു വരുമാന മാർഗം നേടാൻ പറ്റുന്ന ആളുകള് ഏതൊരു സാധാരണക്കാരനും നേടാൻ പറ്റുന്ന സംവിധാനം ഏതുണ്ട്? നമ്മുടെ നാട്ടിൽ 5ഉം 10ഉം ലക്ഷമൊക്കെ വരുമാനം മേടിക്കുന്ന ആളുകളുണ്ട്. എത്ര പേരുണ്ട്? അവർക്ക് എത്ര പേർക്ക് ആ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്? ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ ആർസിഎം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ വെറും ആടി വലഞ്ഞു നിൽക്കരുത്. ഇത്രയും ഒരു സംവിധാനം നമ്മുടെ കുടുംബം തലമുറകൾ രക്ഷപ്പെടാനുള്ളതെന്ന് മനസ്സിലാവണം. അതുകൊണ്ട് ഓരോരുത്തരും ആർസിഎമ്മിനെ ഏറ്റെടുക്കണം. ആദ്യം എന്നിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഞാൻ മാറിയാൽ എന്റെ കൂടെ വരുന്ന ആളുകൾ മാറും. ഞാൻ മാറിയാൽ എന്റെ കൂടെ വരുന്നവർ മാറും. മൂർത്തി സാറ് പറയാല്ലേ, ആര് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെയ്യൂ. ഞാൻ ഇറങ്ങി പുറപ്പെടൂ. മുന്നിട്ടിറങ്ങാനാണ് ആളുകളില്ലാത്ത. മുന്നിട്ടിറങ്ങിയാൽ പിന്നാലെ അനേകം ആളുകള് അവര് നമ്മുടെ കൂടെ വരും. ഒറ്റ പോയിന്റും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ചിന്തിക്ക, ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്യാനായിട്ടുള്ള ഒരു 5 പോയിന്റ്, അത് നമ്മുടെ സുരേന്ദ്രവാട് സാറ് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിന് വന്നപ്പോൾ അത് പറഞ്ഞതാ. 5 പോയിന്റ് ഒന്ന് ഓടിച്ചു പറയാം. അതില് 1950കളിലെ ജെ പോൾ ജെറ്റി എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ ആ സൂത്രവാക്യം, ഒരു സാമ്പത്തിക, അതായത് ഒരു ധനികനാവാനുള്ള സൂത്രവാക്യം അദ്ദേഹം ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു 1950കളിൽ. ധനികനാവാനുള്ള സൂത്രവാക്യം. പലരും പരിശ്രമിക്കുന്നു, പക്ഷെ ധനികനാവാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ധനികനാവാനുള്ള 5 സൂത്രവാക്യം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചു. ഈ ഒരു 5 പോയിന്റ് ആർസിഎമ്മിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ആർസിഎമ്മിൽ 5 പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആർസിഎമ്മില് ആ ഒരു 5 പോയിന്റ് ഉണ്ടെങ്കിൽ ആർസിഎമ്മുകാർക്ക് ധനികനാവാനുള്ള അവസരം ഉണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം. വേറൊരാൾ പറയണ്ട. ഈ ഒരു പോയിന്റ് എന്നെടുത്ത് നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഈ ഒരു പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു ഊർജം അങ്ങോട്ട് കയറി വരും. ആ ഊർജം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നിലം തൊടില്ല.
പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ ഒരു 5 പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ജെ പോൾ ജെറ്റി എന്ന് പറയുന്ന ധനികൻ, 1950കളിലെ ധനികൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ സൂത്രവാക്യം. ആ സൂത്രവാക്യം ആർസിമിൽ എത്ര കണ്ണിങ് ആണെന്ന് നമ്മൾ നോക്കണം. നോക്കൂ, ഒന്നാമത്തെ, ജോലി ചെയ്തത് കൊണ്ട് ധനികനാകാൻ കഴിയില്ല. എന്താണ്? ജോലി ചെയ്തത് കൊണ്ട് ധനികനാകാൻ കഴിയില്ല. എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്വന്തം ബിസിനസ് ഉണ്ടായിരിക്കണം. RCM നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ? TCG പറയുന്നു ഇതിന്റെ ഓണർ നിങ്ങൾ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഈ ഓണറായിട്ട് അംഗീകരിക്കാനുള്ള മനസ്സിന്റെ വലുപ്പം നമ്മൾ കൂട്ടണം. ഒരു ഐഡിയ എടുക്കുന്നതിലോട് കൂടെ ഈ ഒരു കമ്പനിയുടെ ഓണർ ആണെന്നുള്ള ഒരു വിശ്വാസവും ആ വലുപ്പവും മനസ്സിലാക്കലും നമ്മൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് എന്താണ്? ജോലി ചെയ്തത് കൊണ്ട് പല ആളുകളും എന്താണ് പറയുന്നത്? RCM എനിക്ക് ജോലിയുള്ള കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ജോലിയുള്ള കാരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ട് ലോകത്തിൽ ആരും ധനികനായിട്ടില്ല. അവരുടെ സ്വന്തം ബിസിനസ് ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ RCM ഒരു ഐഡിയ എടുക്കുന്നതോടുകൂടി അവിടെ RCMന്റെ മുതലാളി അല്ലെ ആവാനുള്ള ഒരു അവസരമല്ലേ നമുക്കുള്ളത്? നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ RCM? അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ കണ്ണിങ് അല്ലേ, വില്ലിങ് അല്ലേ? നമുക്ക് മനസ്സിലാവണ്ടേ? ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ്, പ്രൊഡക്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കണം. കൊല്ലത്തിൽ ഒരിക്കൽ മേടിക്കുന്നതായിരിക്കരുത്, അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പോൾ മേടിക്കുന്നതായിരിക്കരുത്. പ്രൊഡക്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കണം. RCMന്റെ പ്രൊഡക്റ്റ്, പല്ല് തേക്കുന്ന പേസ്റ്റ് 5 കൊല്ലം തേക്കാൻ പറ്റുമോ? കുളിക്കുന്ന സോപ്പ് 25 വർഷം കുളിക്കാൻ പറ്റുമോ? ഇല്ല. അത് തീരുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റിലും നമ്മൾ ഒരു ധനികനാവാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. സ്വയം ചിന്തിക്കാം. മൂന്നാമത്തെ പോയിന്റ്, പലതരത്തിൽ വരുമാനം കിട്ടുന്നതായിരിക്കണം. പലതരത്തിൽ വരുമാനം കിട്ടുന്ന. RCMൽ എത്ര തരം വരുമാനം ഉണ്ട് അല്ലെ? നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ MRP റേറ്റിന് മേടിച്ചാൽ പോലും മാർക്കറ്റ് വിലയിലും വില കുറവ്. ഐഡി എടുത്താൽ വീണ്ടും ഡിസ്കൗണ്ട് റേറ്റ്. അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്ക് ഫ്രീ ഗിഫ്റ്റ് എന്ന് വേണ്ട. RCMൽ എന്താണ്? സെയിൽ ചെയ്ത വരുമാനം, ഷോപ്പ് ഇട്ട വരുമാനം, ടീം ബിൽഡിംഗ് ചെയ്താൽ വരുമാനത്തോട് വരുമാനം അല്ല, എത്ര തരത്തിലുള്ള വരുമാനം ഉണ്ട് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പലതരത്തിൽ വരുമാനമുള്ളതിലും നമ്മൾ കണ്ണിങ് ആണ്, വില്ലിങ് ആണ്. അടുത്ത് നോക്കൂ, മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയുന്നത് സിമ്പിൾ ആയിരിക്കണം. മറ്റുള്ളവർക്ക് പകർത്താൻ കഴിയുന്ന, ഒരാൾക്ക് മാത്രം ചെയ്യാനുള്ളതല്ല. ഫാൻറ്റത്തിനോ അല്ലെങ്കിൽ എന്താണ് സ്പൈഡർമാനോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നല്ലേ ബിസ്ക്കറ്റ് തിന്നല്? ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നല്ലേ ഡ്രസ് ഇടല്? ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നല്ലേ വീടിന് പെയിന്റ് അടിക്കല്? ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നല്ലേ ഉപ്പും മല്ലിയും മുളക് ഉപയോഗിക്കല്? ഇതാർക്ക് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ മറ്റുള്ളവർക്കും കൂടി പകർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും പകർന്നു കൊടുക്കാം. നാലാമത്തെ പോയിന്റിലും നമ്മൾ ധനികനാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കിക്കോ, ഫ്രാഞ്ചൈസി പോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതിന്റെ പല ശാഖകൾ പല സ്ഥലത്തും എവിടെ വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്നതായിരിക്കണം. ശരിയാണോ? നമ്മുടെ ഏതൊരു വ്യക്തിക്കും ജോയിനിങ് കൊടുക്കാൻ പറ്റില്ലേ? ഏതൊരു സ്ഥലത്തും നമുക്ക് 3 കിലോമീറ്റർ ചുറ്റളവില് ഷോപ്പില്ലാത്ത സ്ഥലത്ത് ഷോപ്പ് കൊണ്ടുവരാൻ പറ്റില്ലേ? സുഹൃത്തുക്കളെ, ഈ ഒരു 5 പോയിന്റില് RCMല് നിലനിന്നാൽ, RCM ഉൾക്കൊണ്ടാൽ, RCM നെഞ്ചിലേറ്റിയാൽ, RCMനെ മനസ്സിലാക്കിയാൽ, ഈ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രവർത്തനം ചെയ്താൽ ഏതൊരു വ്യക്തിക്കും RCMലൂടെ ജീവിതത്തിൽ ഇതുവരെ നേടാത്ത, ഇതുവരെ കിട്ടാത്ത, ഇതുവരെ ചിന്തിക്കാത്ത, ഇതുവരെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഞാനൊരു സ്റ്റാർ എമറാൾഡ്, ഒരു കൂലിപ്പണിക്കാരൻ ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ അനുഭവം അനുഭവിച്ചു തുടങ്ങി. നിങ്ങളും ഓരോരുത്തരും ആ തീരുമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു അച്ചീവ്മെന്റിലേക്ക് നേടാൻ സാധിക്കും. ഈ ഒരു മാസം അച്ചീവ്മെന്റിന്റെ മാസമാണ്. അതുകൊണ്ട് ആര് ചെയ്യുന്നു ആര് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്നു, ആ ചെയ്യുന്നത് എന്റെ ടീമിലേക്ക് പകർന്നു കൊടുക്കുന്ന എന്റെ ടീമിനെ ഉയർത്തിക്കൊണ്ട് ഓരോരുത്തർക്കും വളരാനുള്ള ഒരു അവസരം, അതിന് വേണ്ട സൂത്രവാക്യം നമ്മൾ ചിന്തിക്കാം. ഞാനും എന്റെ ടീമും 10%, ഞാനും എന്റെ ടീമും 10%, സിസ്റ്റവും ലീഡേഴ്സ് ആണ് 90%. ഈ ഒരു സൂത്രവാക്യം കൂടി നമ്മുടെ മെമ്മറിയിൽ വെക്കണം, നമ്മുടെ ചിന്തയിൽ വെക്കണം. പല ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഞാനാണ് എന്റെ ടീമിനെ വളർത്തുന്നത്, ഇനി എന്റെ ലീഡർമാര് വേണ്ട. ഞാൻ പറയുന്നു, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ലീഡർമാരെ തഴഞ്ഞ ഒരു വ്യക്തിയും
ഇന്ന് വരെ വലിയ വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് പല പുസ്തകങ്ങളും പല വീഡിയോസും കേൾക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആർസിഎം എന്ന ബിസിനസ്സിൽ ഞാനും എന്റെ ടീമും എന്ന് പറയുന്നത് 10%, ഞാനും എന്റെ ലീഡേഴ്സും എന്റെ സിസ്റ്റവുമാണ് 90% എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ആർസിഎമ്മിന്റെ ബേസിക് ആയ ഒരു 5000 BV എങ്കിലും ചെയ്ത് ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു നായകന്മാരെ പോലെ, നായകൻ ഝാൻസി റാണിയെ പോലെ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രാജാക്കന്മാരെ എങ്ങനെയാണോ അവരുടെ മെന്റാലിറ്റി, അതേപോലെ നമ്മൾക്ക് വരാൻ പോകുന്ന സമയത്ത് രാജാക്കന്മാരായിട്ട് ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അന്ന് രാജാവാണെങ്കിൽ ഇന്ന് രാജാവിന്റെ മെന്റാലിറ്റിയോട് കൂടി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം.